I would like to extend a very warm welcome to all of you. We appreciate you, our dear parents, taking time off your busy schedules to join us today. As we get ready to start our PTA meeting, let us invoke the blessings of God Almighty with a prayer. ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനെത്തിയിരിക്കുന്ന നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ KL ജോസഫ് സാർ, നമ്മുടെ മാതാപിതാക്കൾക്കായി പാരന്റൽ കെയറിങ്ങുമായി ബന്ധപ്പെട്ട് ക്ലാസ് എടുക്കാനെത്തിയിരിക്കുന്ന രൂപ മാഡം, സ്റ്റുഡൻസ് സേവിംഗ് സ്കീമുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ മാതാപിതാക്കളെ അറിയിക്കുന്നതിന് വേണ്ടി എത്തിയിരിക്കുന്ന ഹനീഷ് സാർ, സാറിൻ്റെ ടീം അംഗങ്ങളെ, മറ്റ് കമ്മിറ്റി അംഗങ്ങളെ, സഹപ്രവർത്തകരെ, മാതാപിതാക്കളെ, എത്രയും സ്നേഹം നിറഞ്ഞ കുഞ്ഞുമക്കളെ, നമ്മുടെ വിദ്യാലയത്തിൻ്റെ PTA ജനറൽ ബോഡിയാണ് നാം ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. We are delighted to have with us Mrs. Ruba George. She is a social worker and will take a class about the topic Parents' Responsibility Towards the Development of Children. I welcome you, Madam, for sharing your thoughts. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, എൻ്റെ പ്രിയ കുഞ്ഞുമക്കളെ, എല്ലാവർക്കും എ വെരി ഗുഡ് ഈവനിങ്. ഏറെ സന്തോഷം തോന്നുന്നു ഇന്ന് ഇവിടെ വരാൻ സാധിച്ചതിൽ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ കാലാവസ്ഥ വരെ അനുകൂലമായിട്ടിരിക്കുന്നു, മഴയൊക്കെ മാറി. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരുപാട് പ്രസംഗങ്ങളൊക്കെ കേട്ടു. അതിൽ ടീച്ചർ പറഞ്ഞ പ്രസംഗത്തിൽ നിന്ന് നിങ്ങൾ ഒരു കഥ ശ്രദ്ധിച്ചോ? മൈക്കിൾ ആഞ്ചലോയുടെ കഥ ശ്രദ്ധിച്ചിരുന്നോ? ചെറുപ്പത്തിൽ യേശു ക്രിസ്തുവിനെ പോലെ ഇരിക്കുന്നത് പിന്നീട് യൂദാസിനെ പോലെ ആകുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഇന്നത്തെ പത്രങ്ങൾ വായിച്ചാലും സാമൂഹിക മാധ്യമങ്ങളിലൂടെ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും എങ്ങനെയാണ് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ സാധിക്കുന്നതെന്ന്. ഇന്ന് നമ്മൾ മാധ്യമങ്ങൾ വായിക്കുമ്പോൾ പ്രത്യേകിച്ച് എപ്പോഴും ദുരന്തങ്ങളുടെയൊക്കെ, പ്രത്യേകിച്ച് ഇന്നിപ്പോൾ വായിച്ചത് എന്താ, നിങ്ങളിവിടെ പത്രങ്ങളൊക്കെ വായിക്കുന്നുണ്ടോ? ആമയിഴഞ്ചൽ തോട് ദുരന്തം, അതുപോലെ തന്നെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ ലിഫ്റ്റിൽ കുടുങ്ങി ഉണ്ടായ 2 ദിവസത്തെ ആ ഒരു അപകടം എന്നീ നിലകളിൽ ഇപ്പൊ US പ്രസിഡന്റിന് നേരെ വരെ ഒരു ആക്രമണം ഉണ്ടായതായിട്ട് നമ്മൾ വായിച്ചതാണല്ലേ, ഡൊണാൾഡ് ട്രംപിന് അഗെയിൻസ്റ്റ് ആയിട്ടുണ്ടായിട്ടുള്ള ഒരു ആക്രമണം. പക്ഷേ ഇതില് നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു സത്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു നുണ നമ്മൾ 10 തവണ പറയുമ്പോൾ ശരിയാവുകയാണ്. അപ്പോൾ ഈ പേരന്റിങ്ങിലും നമ്മൾക്ക് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, നമ്മുടെ ഏറ്റവും വലിയൊരു ചലഞ്ച് അല്ലെങ്കിൽ വെല്ലുവിളി എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞുമക്കളെ ശരിയും തെറ്റും അല്ലെങ്കിൽ ഗുണവും ദോഷവും നന്മയും തിന്മയും എങ്ങനെ നമുക്ക് വേർതിരിച്ചു പറയാൻ സാധിക്കും. കാരണം നമ്മുടെ കാലഘട്ടത്തിൽ തെറ്റായിട്ടുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിൽ തെറ്റല്ല. അപ്പൊ അങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളിലൂടെയൊക്കെ കടന്നു പോകുന്ന ഒരു സാഹചര്യം നമുക്കറിയാം. ഇന്ന് ലോകത്ത് ഏറെ മാറ്റങ്ങളുടെ ഒരു വക്കിലാണ് നമ്മൾ നിൽക്കുന്നത്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയൊക്കെ ഇപ്പോൾ നമ്മുടെ പാഠപുസ്തകങ്ങൾ വരെ മാറിയിട്ടുണ്ട് അല്ലെ. 1ാം ക്ലാസ് എല്ലാ ഓഡ് നമ്പേഴ്സ് 1, 3, 7, 9 ഒക്കെ ആയിരിക്കും മാറിയിരിക്കുന്നത്. അപ്പൊ ഞാൻ എന്തായാലും 3ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. അതിൽ അടുക്കള എന്ന ഇടം ഏറെ ഒരു ജെൻഡർ ഈക്വാലിറ്റി ആയിട്ട് ഈ ഒരു സമത്വം നമ്മൾ സംസാരിക്കുന്നുണ്ടെങ്കിലും അത് ഏറെ പ്രായോഗികരമായിട്ടുള്ള ഒരു ഘട്ടത്തിൽ 3ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് അടുക്കള എന്ന ഇടത്തില് അച്ഛനും അമ്മയും മക്കളും എല്ലാവരും ഒരുമിച്ച് ജോലിയെടുക്കുന്ന ഒരു സാഹചര്യം ആ ഒരു ഫോട്ടോയിൽ നമ്മൾ കണ്ടു അല്ലെ. സാധാരണ അച്ഛൻ എന്തെടുക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ പത്രം വായിക്കുന്നു, അമ്മ അടുക്കളയിൽ നിന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിന്ന് വളരെ വ്യത്യാസമാക്കി എല്ലാവരും കൂടി ഒരുമിച്ച് ജോലിയെടുക്കുന്ന, എല്ലാവർക്കും ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഇടമായിട്ടാണ് അതിൽ ചിത്രം കാണിക്കുന്നത്. അപ്പൊ അത് തന്നെ ഒരു വെൽക്കം ചേഞ്ച് ആണ്.
അങ്ങനെ നിരവധി മാറ്റങ്ങളുടെ മധ്യയാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അതില് നമുക്ക് എങ്ങനെയും ഏറ്റവും ആരോഗ്യകരമായിട്ടുള്ള ഒരു പേരന്റിങ് സാധ്യമാകും. അപ്പൊ ഈ കഴിഞ്ഞ ദിവസം അപ്പൊ അതിന് നമ്മൾ അലേർട്ട് ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. കാരണം ഇന്നത്തെ പത്രവായനയിൽ തന്നെ നമ്മൾ അറിയാം, ഇന്നത്തെ ഡിജിറ്റൽ ഓൺലൈൻ സ്മാർട്ട് യുഗത്തില് നമ്മുടെ കുട്ടികൾ കൂടുതലും ഓൺലൈൻ ഗെയിമിലൊക്കെ കളിക്കുമ്പോൾ ഇന്ന് ഞാൻ വായിച്ചതിലുണ്ട് 15 വയസ്സുള്ള ഒരു കുട്ടി ആത്മഹത്യ ചെയ്തത് ഓൺലൈൻ ഗെയിമിന്റെ ഒരു ടാസ്കിലൂടെയാണ്. സൂയിസൈഡ് എന്നുള്ളത് ആ ഗെയിം കൊടുക്കുന്ന ഒരു ടാസ്ക്കാണ്. അങ്ങനെയാണ് നെടുമ്പാശ്ശേരിയിൽ 15 വയസ്സുള്ള ഒരു കുട്ടി ആത്മഹത്യ ചെയ്ത് അതിനുശേഷം പോലീസ് അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതിനെയൊക്കെ കുറിച്ച്. അപ്പോൾ ഇതില് ശരിക്കും നമ്മൾ മാതാപിതാക്കൾ ഞാൻ ഇവിടെ ഇപ്പൊ വേദിയിലിരിക്കുമ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു, കഴിഞ്ഞ ദിവസം എന്റെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്ന സമയത്ത് എന്റെ ഒരു അങ്കിൾ ഫോൺ വിളിച്ചപ്പോൾ ഞാൻ ഫോൺ എടുത്തിരുന്നില്ല. അപ്പൊ അങ്കിൾ എന്റെ അടുത്ത് ചോദിച്ചു, കുറെ നേരമായില്ല വിളിക്കാൻ തുടങ്ങിയിട്ട്, എന്താ ഫോൺ എടുക്കാൻ? അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഫോൺ സൈലന്റിലായി പോയി എന്ന് പറഞ്ഞു. അപ്പൊ അങ്കിൾ എന്റെ അടുത്ത് പറഞ്ഞു, സൈലന്റ് അല്ല, വിജിലന്റ് ആയിട്ടിരിക്കേണ്ട ഒരു കാലഘട്ടമാണെന്ന്. അപ്പൊ അതാണ് ഇപ്പൊ എനിക്ക് ഓർമ്മ വന്നത്. കാരണം നമ്മൾ നിശബ്ദരായിട്ടിരിക്കുന്നതുകൊണ്ട് കാര്യമില്ല. വിജിലന്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മൾ അലേർട്ട് ആവുക, ഉണർന്നിരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ മക്കളുടെ കാര്യങ്ങൾ. ഇപ്പൊ ഇതിൽ അമ്മ, ഈ 15 വയസ്സുള്ള കുട്ടിയുടെ ആത്മഹത്യ എന്ന് പറയുമ്പോൾ തന്നെ അമ്മ വീട്ടിലുണ്ടായിരുന്നു, എന്നാൽ പോലും ഈ കുട്ടിയെ ആത്മഹത്യ ചെയ്തതായിട്ട് ഇങ്ങനെ ഒരു സൂചന പോലും മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ല. അപ്പൊ നമ്മുടെ മക്കളെയും നമ്മുടെ ചുറ്റുപാട്, ഇന്നിപ്പോ ഇവിടെയുള്ള നേരത്തെ പ്രസംഗിച്ചവരിൽ നിന്നൊക്കെ നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും സമയത്തിന്റെ ഒരു വില. ഇവരെല്ലാവരും പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. സമയം ഇനി അടുത്ത ഒരു പരിപാടിക്ക് പോകാനുണ്ട്. അപ്പൊ സമയം എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ട ഒരു ഘടകമാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ. 24 മണിക്കൂർ നമുക്കുണ്ട്. അതെങ്ങനെ നമ്മൾ വിനിയോഗിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ മുന്നിലെ ചോദ്യം. അപ്പോൾ നിങ്ങൾക്ക് എനിക്കെന്ന് പറയാനുള്ളത്, നിങ്ങളുടെ കയ്യിലുള്ളത് ഇന്ന് കുഞ്ഞു മക്കളാണ്. നിങ്ങൾ എല്ലാവരും വളരെ യങ് ആയിട്ടുള്ള ചെറുപ്പക്കാരായിട്ടുള്ള പേരൻസ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുന്നിൽ സാധ്യതകളുടെ ഒരു ലോകം തന്നെയാണ് തുറന്നു കിടന്നിരിക്കുന്നത്. അപ്പോൾ ഈ കുഞ്ഞു മക്കളെ നല്ല രീതിയിൽ, ഈ മൈക്കിൾ ആഞ്ചലോ പോലുള്ള ശില്പിയുടെയൊക്കെ കാര്യം പറഞ്ഞതുപോലെ നല്ല രീതിയിൽ നിങ്ങൾക്ക് മോൾഡ് ചെയ്യാനുള്ള എല്ലാ അവസരവും ഉണ്ട്. അതിനായിട്ട് നിങ്ങൾ കണ്ണു തുറക്കുകയാണ് വേണ്ടത്. കണ്ണും കാതും ഹൃദയവും എല്ലാം തുറന്നു വെച്ചാൽ മാത്രമേ നമുക്ക് ഏറ്റവും ആരോഗ്യകരമായിട്ടുള്ള പേരന്റിങ്ങും അതുപോലെ തന്നെ നമ്മുടെ മക്കളെ നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു, ഇപ്പൊ ടീച്ചർ പറഞ്ഞു പ്രകൃതിയോടുള്ള സ്നേഹമൊക്കെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇതിപ്പോ ജൂലൈ 17 അല്ലേ? അപ്പൊ ഇത്രയും ദിവസം കഴിഞ്ഞപ്പോ തന്നെ ഇവിടെ ലഹരിയുടെ കാര്യം പറഞ്ഞു, പരിസ്ഥിതി ദിനം, യോഗാ ദിനം, വായനാ ദിനം, ലഹരി വിരുദ്ധ ദിനം, ഇന്നലെ എനിക്കൊന്ന് സർപ്പ ദിനം വരെ ഉണ്ടായിരുന്നു. ഇന്നലെ പത്രം വായിച്ചപ്പോ പല പല ദിനങ്ങൾ നമ്മൾ ആചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന് ഒരു ദിനം മാത്രമായിട്ട് ഒതുക്കാതെ ഈ പരിസ്ഥിതി ദിനമൊക്കെ 365 ദിവസവും പരിസ്ഥിതി ദിനമായിട്ട് നമ്മൾ ആചരിക്കേണ്ടതാണ്. അപ്പം ഈ കുഞ്ഞുമക്കളുടെയൊക്കെ നിങ്ങളുടെയൊക്കെ ബർത്ത്ഡേക്ക് കേക്ക് കട്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അത്രയും ചെടി, ഇപ്പോൾ 5 വയസ്സോ 6 വയസ്സോ ഒക്കെ ആവുകയാണെങ്കിൽ 5 ചെടികൾ നട്ടുകൊണ്ട് ഭൂമിയോടുള്ള സ്നേഹവും ആദരവും ഒക്കെ കാണിച്ചുകൊണ്ട് വേണം നമ്മുടെ ഓരോ ജന്മദിനം ഭൂമിക്കൊരു ആദരവായിട്ട് വേണം നമ്മൾ അർപ്പിക്കാൻ. ഇനി ഈ അടുത്ത കാലത്തൊന്നും അന്യഗ്രഹത്തിൽ പോയി താമസിക്കാനായിട്ട് നമ്മൾ സ്വപ്നം കാണണ്ട. ഈ ഭൂമി തന്നെ നമ്മൾ ചൂഷണം ചെയ്യാതെ മര്യാദയ്ക്ക് ഭൂമിയിൽ ജീവിക്കാൻ എന്നുള്ളതാണ് നാസയുടെ ഒരു സയന്റിസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ തന്നെ നമ്മൾ ചൂഷണം ചെയ്തതിന്റെ ഫലം, ഭൂമിയുടെ ചൂഷണം ചെയ്തതിന്റെ ഫലം, ആ ഒരു റിസോഴ്സസ് ഇപ്പോൾ നഷ്ടപ്പെട്ടതും കാലാവസ്ഥയുടെ മാറ്റങ്ങളും ഇന്ന് തന്നെയുണ്ട്. 4000 ആനകളെ നമ്മുടെ കേരളത്തിൽ കാടുകളിൽ കാണാനില്ല. ആനകൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ വലിയ മാറ്റങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ ഒരു ഘട്ടത്തില് ഇപ്പോൾ നമ്മൾ പലതും സംഭവിച്ചിട്ടും, പല ദുരന്തങ്ങൾ സംഭവിച്ചിട്ടും പരസ്പരം പഴിചാരാന്നല്ലാതെ നമ്മൾക്ക് അതിൻ്റെത് ആ ഒരു തീക്ഷ്ണത മനസ്സിലാക്കാതെയാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. ഇന്നും ഞാൻ പത്രത്തിൽ വായിച്ച് അത്ഭുതപ്പെട്ടു. ഇപ്പോൾ US ഇത്രയും അധികം തോക്കിന്റെ ഉപയോഗം, മുൻ പ്രസിഡന്റിനെ തന്നെ വെടിവെച്ചതിന് ശേഷം തോക്കിലല്ല പ്രശ്നം, അത് ഉപയോഗിക്കുന്ന ആളുടെ മാനസിക നിലയിലാണ് പ്രശ്നം എന്നാണ് അവരുടെ കണ്ടുപിടുത്തം. അപ്പോൾ എനിക്കിപ്പോ ഇതൊക്കെ വായിക്കുമ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ സ്വാധീനിച്ച ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ. അപ്പൊ വിശുദ്ധ ബൈബിളിൽ തന്നെ യേശുക്രിസ്തു 3 തരം ആൾക്കാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതായത് ഫരീസയരും സദൂക്കായരും അതുപോലെ തന്നെ ഹെറോദ്. ഈ 3 പേരുടെ പുളിമാവാണ് സൂക്ഷിക്കേണ്ടതെന്നുള്ളത്. അതിൽ ഫരീസയർ എന്ന് പറയുന്നത് കാപട്യം,
കപടത നിറഞ്ഞ മുഖംമൂടിയിട്ട മനുഷ്യർ. അവർ പുറമേ എല്ലാം മനോഹരമാണ്, പക്ഷെ അകത്ത് ഒരു ഈ ശവക്കലറ പോലെ ഇരിക്കുന്ന ഒരവസ്ഥ. രണ്ടാമത്തത് സദുക്കായർ എന്ന് പറയുമ്പോൾ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം അവർ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നും ബൈബിളിൽ നിന്നും ടീച്ചിങ്സിൽ നിന്നും അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം അവർ സ്വീകരിക്കുന്നു. അവർ സെലക്റ്റീവാണ്. അവരെ ശാസിക്കുന്നതോ അവരെ തിരുത്തുന്നതോ അവരെ ഉപദേശിക്കുന്നത്, അവരെ തിരുത്തുന്നതോ ശാസിക്കുന്നതോ ആയിട്ടുള്ള ഒരു വചനവും അവർ സ്വീകരിക്കുന്നില്ല. അവരെ പോഷിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് അവർക്ക് വേണ്ടത്. അതാണ് ഇന്നത്തെ ഒരു സമകാലിക കാലഘട്ടവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികൾ എന്ന് തന്നെ പറയാം ഈ സദൂക്കായർ. ഈ സദൂക്കായരുടെ പുളിമാവിനെയും സൂക്ഷിക്കണമെന്നാണ് പറയുന്നത്. മൂന്നാമത് ഹെറോദിന്റെ പുളിമാവ് എന്ന് പറയുന്നത് ആ ഒരു കയ്യിൽ ഭക്തിയും മറ്റേ കയ്യിൽ പാപവുമായിട്ട് ജീവിക്കുന്ന മനുഷ്യർ. അപ്പൊ പുറമേ നോക്കുമ്പോൾ അവർ പള്ളിയിൽ പോകുന്നു, അല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥം വായിക്കുന്നു, ദാനധർമ്മം ചെയ്യുന്നു, ഉപവാസം ചെയ്യുന്നു, എല്ലാം ഉണ്ട്. പക്ഷെ അവരുടെ ആ ഒരു രഹസ്യ ജീവിതം വിശുദ്ധമല്ല. പലതും മറയ്ക്കാനും അവരാ പാപത്തിൽ നിന്നും മാറാനും തയ്യാറല്ല. അങ്ങനെയുള്ള വ്യക്തികളെയാണ് ഹെറോദിന്റെ ആ ഒരു പുളിമാവ് എന്നതുകൊണ്ട് യേശുക്രിസ്തു സൂചിപ്പിക്കുന്നത്. പല കുടുംബങ്ങളിലും ഒക്കെ ഞാൻ കൗൺസിലിംഗ് ഒക്കെ ചെയ്യുമ്പോഴൊക്കെ എനിക്ക് പല ഇതും എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പം നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു ഭാഗമാണിത്. അതായത് ഹെറോദ് കല്യാണം കഴിച്ചത് സഹോദരന്റെ ഭാര്യയാണ് ഹെറോദിയ. അപ്പോൾ ഒരു ജന്മദിന സമയത്ത് ഈ ഹെറോദിയയുടെ മകൾ സലോമിയുടെ ഒരു നൃത്തം അവിടെ വെക്കും. അപ്പൊ ആ സമയത്ത് സലോമിയുടെ മാദകമായിട്ടുള്ള നൃത്തം കണ്ട് ആനന്ദിച്ച് തന്റെ വിശ്വാസവും ആത്മീയതയും ദൈവത്തെ എല്ലാം മറന്നുകൊണ്ട് ശലോമിയോട് പറയാണ്, എന്തു ചോദിച്ചാലും ഞാൻ തരുമെന്നുള്ളത്. എല്ലാം മറന്നുകൊണ്ട്, ദൈവത്തെ മറന്നുകൊണ്ട്. അപ്പോ ശലോമി ചോദിക്കുന്നത് സ്നാപക യോഹന്നാന്റെ ശിരസ്സാണ്. കാരണം സ്നാപക യോഹന്നാൻ തെറ്റാണെന്നും തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച ഒരു വ്യക്തിയുമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ശലോമിയുടെ അമ്മയായിട്ടുള്ള ഹെറോദിയെ തിരുത്തിയ ഒരു വ്യക്തി കൂടിയാണ് സ്നാപക യോഹന്നാൻ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലഘട്ടത്തിലും അത് തന്നെയാണ്. തെറ്റാണെന്ന് പറയുന്നവരെ ചൂണ്ടിക്കാണിക്കുന്നവരെയൊക്കെ വെറുക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പൊ സ്നാപക യോഹന്നാന്റെ ശിരസ്സാണ് ചോദിച്ചത്. അങ്ങനെ അത് ഹെറോദ് രാജാവ് അതിന് ഉത്തരവിടുകയും ചെയ്തു. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ പലപ്പോഴും പലരുടെയും നമ്മുടെ ജീവിതം കാണുകയാണെങ്കിൽ ഒരു കയ്യിൽ പാപവും മറ്റേ കയ്യിൽ ഭക്തിയുമായിട്ട്, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയുള്ള ഭക്തിയും പ്രകടനവുമായിട്ട് ജീവിക്കുന്നവർക്ക് ഒരു ഘട്ടത്തിൽ, ഒരു നിർണായക ഘട്ടത്തിൽ ദൈവം നമ്മളോട് ചോദിക്കുകയാണ്, യോഹന്നാനെ വേണോ ശലോമിയെ വേണോ എന്നുള്ളത്, അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ വേണോ ബരാബാസിനെ വേണോ എന്നുള്ള ചോദ്യം ഒരു നിർണായക ഘട്ടത്തിൽ ദൈവം നമ്മളോട് ചോദിക്കുകയാണ്. ആ സമയത്ത് ഈ രീതിയിൽ പാപത്തിൽ ജീവിക്കുന്നവർ ശലോമിയെ വേണം എന്ന് തന്നെയാണ് പറയുന്നത്. ബൈബിളിലും അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. ബരാബാസിനെ വിട്ടുകൊടുക്കാനാണല്ലോ പറഞ്ഞത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നു, പല രീതിയിൽ ഇത്രയും അധികം വിദ്യാഭ്യാസമൊക്കെ ഉള്ള കേരളത്തില് ഇത്രയും നമ്മൾ പിന്നെയും കൂടോത്രങ്ങളുടെയും ദുരന്തങ്ങളുടെയും എന്താ സൂപ്പർസ്റ്റിഷൻസ്, അങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളുടെ ഒക്കെ വാർത്തകളാണ് പിന്നെയും വരുന്നത്. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു, നമുക്ക് ഇപ്പൊ ജനസംഖ്യയുടെ കാര്യത്തിൽ ഇന്ത്യ നമ്പർ 1 ആയിട്ട് നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ 144 കോടി ജനം, നമുക്ക് എങ്ങനെ നമ്മുടെ നാടിനെ നമുക്ക് എല്ലാവർക്കും കൂടി ജോലിയെടുത്ത് താമസിക്കാൻ പറ്റുന്ന അനുഗ്രഹപ്രദമായിട്ടുള്ള ഒരു സ്ഥലമാക്കി മാറ്റിയെടുക്കാൻ സാധിക്കും എന്നുള്ള രീതിയിലാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ അതിനിപ്പോ വിദ്യാഭ്യാസം തീർച്ചയായിട്ടും നമുക്കൊരു ഘടകം തന്നെയാണ്. പക്ഷേ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ടീം വർക്കിലാണ് അത് സാധ്യമാകുന്നത്. ഇവിടെ നേരത്തെ പറഞ്ഞിട്ടല്ലോ, നിങ്ങൾ പേരൻസും മാതാപിതാക്കളും അതുപോലെ തന്നെ അധ്യാപകരും കുട്ടികളും എല്ലാവരും കൂടെ, നിങ്ങളുടെ വീട് ഒരു ഫാമിലി ആയതുപോലെ തന്നെയാണ് ഈ സ്കൂളും ഒരു ഫാമിലി ആയിട്ട്, ഒരു കുടുംബമായിട്ട് കരുതിക്കൊണ്ട് ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിച്ചാൽ മാത്രമേ അത് സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഒരാൾ ഒറ്റയ്ക്ക് ഒരു സ്വപ്നം കണ്ടാൽ അതൊരു സ്വപ്നം മാത്രമായിട്ടാണ് നിൽക്കുന്നത്. നമ്മൾ ഒരുമിച്ച് ഒരു സ്വപ്നം കാണുകയും കൂട്ടായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് വിജയിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ഒരു ആക്റ്റീവ് ആയിട്ടുള്ള പാർട്ടിസിപ്പേഷൻ, നിങ്ങൾ യങ് പേരൻസിന് തീർച്ചയായിട്ടും ഈ കയ്യിലുള്ള നിങ്ങളുടെ മുന്നിലുള്ള കുഞ്ഞുമക്കളെ നല്ല രീതിയിൽ മോൾഡ് ചെയ്യാൻ നിങ്ങളുടെ ആ ഒരു 24 hours നിങ്ങൾ കൊടുക്കുന്ന സമയം അത് ഏറ്റവും ക്രിയേറ്റീവായിട്ട്, ഏറ്റവും ഉപയോഗപ്രദമായിട്ട് അവരുടെ ആ ഒരു താല്പര്യങ്ങളൊക്കെ കണ്ടെത്തിക്കൊണ്ട് അവരെ നേരായ ദിശയിലോട്ട് പ്രാർത്ഥനയിലൂടെയും
അതുപോലെ തന്നെ നല്ല റോൾ മോഡൽസിനെ ഒക്കെ കാണിച്ചുകൊണ്ടും അതുപോലെയൊക്കെ ആവാനും ഇന്ന് എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ നേട്ടങ്ങൾ നടത്തുന്നത് സ്ത്രീകളായിട്ടും എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇപ്പൊ എല്ലാത്തിന്റെയും ഇക്വേഷൻസ് മാറി. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം വിഴിഞ്ഞം തുറമുഖത്ത് വന്ന ആദ്യ കപ്പൽ സാൻ ഫെർണാണ്ടോ, അതില് ഏക ഒരു വനിതാ ക്രൂവുണ്ട്, ഒരു ബംഗാളിൽ നിന്നുള്ള വനിത. എനിക്കൊന്ന് 12 പുരുഷന്മാരുടെ കൂടെ ഏക വനിതയായിട്ട്. ഇപ്പോ പല മേഖലയിലും ഇപ്പോ ഈ കപ്പൽ യാത്രയൊക്കെ നിങ്ങൾക്ക് അറിയാം, മാസങ്ങളോളം നമ്മൾ കടലിലായിരിക്കും. അപ്പൊ ഇങ്ങനെ പല മേഖലകളിലും ഇപ്പൊ നമുക്ക് ബഹിരാകാശത്ത് സുനിത വില്യംസ് ഇപ്പോഴും ഉണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം വാർത്ത. അപ്പൊ എന്ന് പറയുന്നത് പോലെ പല രീതിയിലും സ്ത്രീകൾ തന്റെ കഴിവൊക്കെ തെളിയിക്കുന്ന ഈ ഒരു ഘട്ടത്തില് ലോകത്തിനുമൊക്കെ ഒരു അഭിമാനം ആകുന്ന വലിയ വലിയ നേട്ടങ്ങളൊക്കെ കൊണ്ടുവരുന്ന നല്ല നേതാക്കളുമൊക്കെ ഇവിടുന്ന് വരണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു ടീം വർക്കിലേ സാധിക്കത്തുള്ളൂ. ഈ കഴിഞ്ഞ ദിവസം നടന്ന യൂറോ കപ്പില് നമ്മളെല്ലാരും വായിച്ചിട്ടുണ്ടാവും, സ്പെയിനാണ് ജയിച്ചത്. അപ്പൊ അതില് ഫ്രാൻസിന്റെ ഏക ആശ്രയമായിരുന്നു കിലിയൻ എംബാപ്പെ. അപ്പൊ അദ്ദേഹത്തിന് ആദ്യത്തെ ഇതിൽ തന്നെ മൂക്കില് ഇടി കിട്ടിയിട്ട് അദ്ദേഹം രണ്ടാമത് മുഖാവരണം ഒക്കെ ധരിച്ചാണ് കളിക്കളത്തിൽ ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ നല്ലൊരു പെർഫോമൻസ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ അവർ പരാജയപ്പെട്ടു. ഞാൻ പറയാൻ ശ്രമിച്ചത്, ഒരാളിൽ ആശ്രയിച്ച് കൊണ്ട് ഒരു ടീമും വിജയിക്കത്തില്ല. പരസ്പരം എനിക്ക് തോന്നുന്നു അർജന്റീനയുടെ വിജയം അതൊക്കെ തന്നെയായിരിക്കും. ഒരുമിച്ചുള്ള ആ ടീം ഇതിലാണ്. ഇപ്പൊ കോപ്പ അമേരിക്ക അർജന്റീനയാണല്ലോ കൊണ്ടുപോയത്. അപ്പോ അതുകൊണ്ട് തന്നെ ഈ ഒരുമിച്ചുള്ള പ്രവർത്തനമാണ് എപ്പോഴും വിജയത്തിലിരിക്കുന്നത്. ഇനിയും നമുക്ക് ഓഗസ്റ്റ് സെപ്റ്റംബർ ഇനി പല ആഘോഷങ്ങളും ദിനങ്ങളും ഒക്കെ വരാനിരിക്കുന്നു. അപ്പോ എനിക്ക് വേറെ ഒരു കാര്യം പറയാനുള്ളത്, അപ്പൊ നമ്മുടെ ഈ ശരിയും തെറ്റും അത് പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും മാതാപിതാക്കൾക്ക് ഏറ്റവും വലിയൊരു വെല്ലുവിളി. കാരണം ഇന്ന് തെറ്റായിട്ടുള്ള ബോധ്യങ്ങൾ ശരിയാണ് എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് ഏറെയും നമുക്ക് ഒരു വെല്ലുവിളിയായിട്ട് തോന്നുന്നത് നേരായ രീതിയിൽ നടക്കുന്നതാണ്. കാരണം നമ്മളെ പലപ്പോഴും നമ്മുടെ ശ്രദ്ധ തിരിച്ച് പിടിപ്പിക്കുന്നത് വഴി തെറ്റിക്കുന്നതുമായിട്ടുള്ള വാർത്തകളും ഇൻഫർമേഷനും ഒക്കെയാണ് നമ്മുടെ മുന്നിൽ വരുന്നത്. അപ്പൊ അതുകൊണ്ട് വഴി തെറ്റിപ്പോകാതെ നേരായ വഴിയിൽ കുട്ടികളെ നയിക്കണമെങ്കിൽ നിങ്ങൾക്കും അതുപോലുള്ള ആത്മവിശ്വാസവും പ്രാർത്ഥനാ ജീവിതവും ഒരു ആത്മീയതയും കുടുംബ പ്രാർത്ഥനയും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അത് സാധ്യമാവുള്ളൂ. പിന്നെ എനിക്ക് തോന്നുന്നത് ഭയമില്ലാതെ ധൈര്യം തന്നെയാണ് ഒരു കുട്ടിക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഏതൊരു സാഹചര്യത്തിലും ഭയപ്പെടുന്നത് കൊണ്ടാണ് നമ്മൾ പല അപകടങ്ങളും വിളിച്ചു വരുത്തുന്നത്. അപ്പൊ ഈ ഭയമില്ലാതെ ധൈര്യത്തോടു കൂടി നമ്മൾ ജീവിതത്തെ നേരിടുകയാണെങ്കിൽ നമ്മളിപ്പോ ഇന്ന് കാണുന്ന ഈ ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന യുവാക്കളുടെ, കൊച്ചുകുട്ടികളുടെ, ടീനേജേഴ്സിന്റെ ഇടയിലൊക്കെ ആണെങ്കിലുള്ള ഡിപ്രഷൻ, സൂയിസൈഡ് ഇതൊക്കെ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. കാരണം ജീവിതം തന്നെയാണ് ഏറ്റവും വലിയ ലഹരി. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ജീവിതത്തെ ആ പൂർണ്ണമായിട്ടുള്ള രീതിയിൽ നമുക്ക് കാണാനും എംബ്രേസ് ചെയ്യാനും ബന്ധങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള വില കൊടുക്കാനും ഒക്കെ സാധിക്കും. അപ്പോൾ അല്പകാലം മാത്രമേ നമ്മൾ എല്ലാവരും ഈ ഭൂമിയിൽ ജീവിക്കുന്നുള്ളൂ. ആരും ഇവിടെ ചിരഞ്ജീവിയായിട്ട് സ്ഥിരമായിട്ട് ഇനി എന്തൊക്കെ നന്മയാണെങ്കിലും എങ്ങനെയൊക്കെയാണെങ്കിലും ഒരു സമയം വരുമ്പോൾ എല്ലാവരും ഈ ഭൂമിയിൽ പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ആ കഴിവുകൾ, ടാലന്റുകൾ ഉപയോഗിച്ചുകൊണ്ട് അനേകം പേരുടെ മുഖത്ത് ഒരു പുഞ്ചിരിക്ക് കാരണമായിട്ടുകൊണ്ട് നമ്മുടെ ലോകത്തിനും ഒക്കെ ഒരു മാതൃകയായിട്ട്, പ്രത്യേകിച്ച് ഡെവലപ്പിംഗ് രാജ്യമായിട്ടുള്ള ഇന്ത്യയുടെ മുഖച്ഛായ ലോകത്തിന്റെ മാപ്പിൽ തന്നെ ഏറെ അഭിമാനത്തോടു കൂടി ഏറെ ഉയർന്ന ബഹുമതികളൊക്കെ കൊണ്ടുവരാൻ ഉള്ള ഘട്ടത്തില് നമുക്ക് അങ്ങനെയുള്ള സ്വപ്നങ്ങൾ കണ്ട് അങ്ങനെയുള്ള രീതിയിൽ സാഹസികതയും യാത്രകളും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കണ്ടുപിടുത്തങ്ങളും നല്ല നല്ല സൗഹൃദങ്ങളും അതുവഴി മാത്രമേ നമ്മുടെ സ്വപ്നം സാധ്യമാവത്തുള്ളൂ. അപ്പൊ നിങ്ങൾ എല്ലാവർക്കും എല്ലാ വിധത്തിലുള്ള നന്മകളും ദൈവം സമൃദ്ധിയായിട്ട് നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പൊ നിങ്ങൾ ടീച്ചർ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എത്രമാത്രം നിങ്ങളുടെ കുട്ടികളുടെ പഠന കാര്യത്തിലൊക്കെ നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടാവണം. അപ്പൊ ഇന്നത്തെ ഈ ഒരു സ്മാർട്ട് യുഗത്തില് പഠനത്തോടൊപ്പം തന്നെ ഡാൻസ്, സംഗീതം, ഇൻസ്ട്രുമെന്റ്സ്, ക്രാഫ്റ്റ്, ഡ്രോയിങ്, മ്യൂസിക്, ഗാർഡനിങ് ഇതുപോലെയുള്ള വിവിധമായിട്ടുള്ള പാഷൻസിലോട്ടൊക്കെ, ഹോബീസിലോട്ടൊക്കെ അവരുടെ ശ്രദ്ധ തിരിച്ചു വിടുകയാണെങ്കിൽ
ആരും വഴിതെറ്റി പോവുകയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ഈ ഓൺലൈൻ ഗെയിംസിലൊക്കെ ആണെങ്കിൽ തന്നെ നിങ്ങൾ അതിലൊരു നിയന്ത്രണമൊക്കെ വെക്കണം. കാരണം എത്രമാത്രം ഇവര് ഇങ്ങനെയുള്ള സൈറ്റ്സിലൊക്കെ എക്സ്പോസ്ഡ് ആണ്. നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടോ ഇങ്ങനത്തെയൊക്കെ ഗെയിംസിലെ അപകടങ്ങളും ചതിക്കുഴികളും ഒക്കെ. ഇവർ കൊടുക്കുന്ന ടാസ്ക് വരെ കുട്ടികൾക്ക് സൂയിസൈഡാണ്. ഇത് കേട്ട് വിശ്വസിക്കാനും അനുസരിക്കാനും ഇന്നത്തെ തലമുറ. അപ്പൊ ഇതിലൊക്കെ ആ ഒരു വിവേകം നഷ്ടപ്പെട്ട, ചിന്താശേഷി നഷ്ടപ്പെട്ട ഒരു തലമുറയായിട്ടാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ പല വാർത്തകളും കണ്ടിട്ട് നമുക്ക് പ്രതികരിക്കാനോ അതുപോലെ തന്നെ ഒരു നിർമ്മമത, ഒരു ഇൻഡിഫറൻസ് ആറ്റിറ്റ്യൂഡാണ് നമുക്ക് പലപ്പോഴും ഉള്ളത്. അങ്ങനെ ആവാതെ മറ്റുള്ളവരോട് കരുണയും ദയയും ഒരു കമ്പാഷൻ ഉള്ള, ഒരു ഹൃദയമുള്ള, നന്മയുള്ള നല്ല വ്യക്തികളാവാൻ നിങ്ങൾ അത് തന്നെ ആയിരിക്കണം. ഞാൻ എന്തായാലും എന്റെ 2 മക്കളുടെയും ആപ്ലിക്കേഷൻ ഫോമിൽ ഇവർ LKG-യിലായിരുന്നപ്പോ എന്താവാനാണ് ഒരു മാതാവ് എന്ന നിലയിൽ നിങ്ങളുടെ സ്വപ്നം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ എന്റെ ആപ്ലിക്കേഷൻ ഫോമിൽ എഴുതിയത് നല്ലൊരു ഹൃദയമുള്ള, നാടിനും വീടിനും അനുഗ്രഹമായിട്ടുള്ള നല്ലൊരു വ്യക്തിയായാൽ മതി എന്നാണ് ഞാൻ എഴുതിയത്. അതെനിക്ക് തോന്നുന്നു ഒരു 20 വർഷം മുൻപായിരിക്കും LKG. അപ്പൊ എന്തായാലും അത് തന്നെയാണ് നമ്മളും സ്വപ്നം കാണേണ്ടത്. കാരണം നല്ലൊരു വ്യക്തിയായാൽ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന ബാക്കിയുള്ള സമ്പത്തും പ്രശസ്തിയും അധികാരവും അതുപോലെ തന്നെ ദീർഘായുസ്സും ആരോഗ്യവും എല്ലാം തന്നെ വന്നോളും. ആ ഒരു വിവേകമുള്ള ഒരു ഹൃദയം ഉണ്ടെങ്കിൽ, നന്മയുള്ള ഒരു ഹൃദയം ഉണ്ടെങ്കിൽ. അപ്പൊ എനിക്ക് തോന്നുന്നു ഓരോ മാതാപിതാക്കളും ആഗ്രഹിക്കേണ്ടത് അത് തന്നെയാണ്. മക്കളെ കുറിച്ചും മക്കളുടെ നന്മ കാണാനും അവരുടെ വിജയം, ഉയർച്ച. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ അനുഗ്രഹിക്കുകയും ഒക്കെ ചെയ്യാം. ഒപ്പം നിങ്ങളുടെ കൂടെ സ്കൂളും ടീച്ചേഴ്സും എല്ലാവരും ഉണ്ട്. എന്തായാലും വളരെ സന്തോഷം നിങ്ങളെല്ലാവരെയും ഈ ഒരു ദിവസത്തിൽ കാണാൻ സാധിച്ചു. ഇവിടെ ആനുവൽ ഡേക്കും അധ്യാപക ദിനത്തിനും ഒക്കെ പല ദിനങ്ങളിലും എനിക്ക് വരാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ നന്മകളും ദൈവം സമൃദ്ധിയായിട്ട് നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്.